പ്രിയപ്പെട്ട BJP പ്രവർത്തകരെ, കഴിഞ്ഞ 60 വർഷമായിട്ട് LDFനും UDFനും മാറി മാറി വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റുന്ന കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കഴിഞ്ഞ 3 മാസമായിട്ട് എന്താണ് ചെയ്യുന്നത്, ഈ അന്വേഷണ ഏജൻസികൾ എന്താണ് ചെയ്യുന്നത്? 5-6 പേര് വന്നിട്ടുണ്ട്, വീണ്ടും പുതിയതായിട്ട് വരുന്നുണ്ട്, എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അത് ഇതെന്നെല്ലാം പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം ഒറ്റ വാക്കിൽ പറയാം. കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ഒരു സ്വതന്ത്ര രാജ്യമാക്കാൻ ശ്രമിച്ച കേസാണ് കേന്ദ്ര ഏജൻസികൾ എല്ലാം അന്വേഷിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും തെളിവോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൻ്റെ അവസാനമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചെറിയ തോതിൽ സ്വർണം കടത്തിയതോ, വലിയ തോതിൽ കണ്ടെയ്നറിൽ കടത്തിയതോ, നാർക്കോട്ടിക്സ് കടത്തിയതോ, കൺസൾട്ടൻസി വന്നതോ, ഭൂമി കൈയടക്കിയതോ, കള്ളപ്പണം വെളുപ്പിച്ചതോ, അതുപോലത്തെയുള്ള 1000 കേസുകൾ ഉണ്ട്. അതുമാത്രമല്ല, അതിന് മുകളിലുള്ള ഒരു കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ വിജയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, വിജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ കഥ തുടങ്ങുന്നത് 2014 ഷീ ജിൻപിങ് എന്ന് പറയുന്ന ഒരു ചൈനക്കാരൻ 2 പേരെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നു ഇതിനു വേണ്ടി. ഒരു മാൻഡ്രേക്കിനെ, ഒരു മണ്ടനെ. മാൻഡ്രേക്കിനെ ഭരണക്കാരനാക്കാനും മണ്ടനെ ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആക്കാനുമായിരുന്നു ആ പ്ലാൻ. അത് 2014 നടന്നു. അതിനുശേഷം അവർ റിക്രൂട്ട് ചെയ്ത ടീമുകളാണ് ഈ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കാനഡ അമ്മായിയുണ്ട്, ചന്തിയിലെ ചൈനയുണ്ട്, പിന്നെ ഒരു 10-30 ഉപദേശികളുണ്ട്, പ്രസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതിൻ്റെ എല്ലാം സഹായികളായിട്ട് എല്ലാ രംഗത്തും, പച്ചവെളിച്ചം പോലീസ് തുടങ്ങി എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലുമുള്ള ജിഹാദികളുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുള്ള ജിഹാദികളുണ്ട്. ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ ഞെട്ടൽ തരുന്ന ഒരു കാര്യമാണ്, ഇത് ആർക്കും അറിയാൻ മേലായിരുന്നു എന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയാമായിരുന്നു, പക്ഷേ അവരാരും ഇന്ത്യ മഹാരാജ്യത്തിന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ കോൺഗ്രസ് അടിമകൾക്കറിയാമായിരുന്നു, പ്രസ്റ്റിറ്റ്യൂട്ടുകൾക്കറിയാമായിരുന്നു, ബിഷപ്പുമാർക്കറിയാമായിരുന്നു, കേരള കോൺഗ്രസ്സുകാർക്കറിയാമായിരുന്നു, UDF മാഫിയയ്ക്ക് കൃത്യമായിട്ട് ഇതറിയാമായിരുന്നു. പക്ഷേ അവരും ഇതിനെ എതിർക്കേണ്ടതിന് പകരം അവരും ഈ മാൻഡ്രേക്ക് പരിപാടിയിൽ ഞങ്ങൾക്കും ഇച്ചിരി ഇതിൻ്റെ ഷെയർ തരണം എന്നും പറഞ്ഞ് കൂടുകയാണ് ചെയ്തത്. അവരൊരിക്കലും ഇതിനെ എതിർക്കാനോ സത്യസന്ധമായിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ കൂടെയോ ഇന്ത്യയിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുവാനോ UDFൻ്റെ ഒരു ഘടകകക്ഷിയോ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സോ തയ്യാറായില്ല. അതാണ് യഥാർത്ഥ രാജ്യദ്രോഹം. സെഡിഷൻ എന്ന് പറയുന്ന ഒരു വലിയ ക്രൈം ഇവിടുത്തെ LDF CPM മാഫിയ ചെയ്യുമ്പോൾ ജിഹാദികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി UDF അതിന് കുട പിടിച്ചു എന്നുള്ളതാണ്. ഇപ്പം UDF വളരെ ഇന്നസെൻ്റായിട്ടും ആട്ടുംകുഞ്ഞായിട്ടും മാടപ്രാവായിട്ടും ഒക്കെ അഭിനയിക്കുകയാണ്. പക്ഷേ LDF ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ അതിക്രമത്തെ അല്ലെങ്കിൽ ഈ വഞ്ചനയെ ഈ കഴിഞ്ഞ 2014 തുടങ്ങി 2020 വരെയുള്ള 6 വർഷം UDF സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇവരെല്ലാവരും പിടിക്കപ്പെടും എന്ന് നമുക്ക് ആശിക്കാം. ഇവരെല്ലാവരും പിടിക്കപ്പെടണം. കാരണം ഇന്ത്യ ഗവൺമെൻറ് അറിയാതെ 180 രാജ്യത്ത് മാൻഡ്രേക്കിൻ്റെ അംബാസിഡർമാർ, ലോക കേരള സഭ, കേരള പാർലമെൻറ്റ്, കേരള ബാങ്ക്, അങ്ങനെ പിന്നെ ഈ UN-ലും WHO-യിലും ഒക്കെ കേരളത്തെ ഓൾറെഡി സ്വതന്ത്ര രാജ്യമാക്കി കഴിഞ്ഞു. ഇതാര് പറഞ്ഞിട്ട് ചെയ്തു? ഈ നന്മ മരം ടീച്ചർ എന്നൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എത്ര അധികം വലിയ രാജ്യദ്രോഹത്തിനാണ് കൂട്ടുനിൽക്കുന്നതെന്ന് ഉടൻ തന്നെ തെളിയും. എങ്ങനെയാണ് ഈ സ്വതന്ത്ര കേരളം ഉണ്ടായതെന്ന് ഇവരൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അതിനൊരു തർക്കവും ഇല്ല. ഇതിൻ്റെ എല്ലാം പുറകിൽ പൂച്ച പാല് കുടിക്കുന്ന പോലെ കണ്ണടച്ച് പാല് കുടിക്കുന്ന ജിഹാദി സൈന്യം റെഡിയായിട്ട് ഇരിപ്പുണ്ട്, അസ്ത്രങ്ങളുമായിട്ട്. ഏതൊക്കെയാലും ആ അസ്ത്രമൊക്കെ കയ്യിൽ ഒതുക്കി പിടിക്കത്തേ ഉള്ളൂ. റാഫേൽ മോളിൽ കൂടെ എരമ്പി വരുമ്പോഴേ അറിയുള്ളൂ അസ്ത്രം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അവിടെ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ അസ്ത്രങ്ങളെയൊക്കെ നേരിടാൻ സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ 4 ദിവസമായിട്ട് കേരളത്തിലെ കുഞ്ഞാടുകൾ കേരള കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് റോഡിലാണ്. എന്തിനു വേണ്ടിയാ? കർഷക ബില്ലിനെതിരെ. യഥാർത്ഥത്തിൽ കർഷകർക്ക് ജിഹാദി ബ്രോക്കർമാരില്ലാതെ ലോകത്തെവിടെയും സാധനം വിൽക്കാനുള്ള അനുവാദം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ബില്ലാണ് കർഷക ബില്ല്. ആ കർഷക ബില്ലിനെതിരെ സമരം ചെയ്യുന്നതാരാ? സ്വയം കർഷകരാണെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് കുഞ്ഞാടുകൾ.
ഇതിലും വലിയ രാജ്യദ്രോഹം വേറെയുണ്ടോ? ഒരു ബിരിയാണി കിട്ടിയാൽ രാജ്യത്തിനെ വഞ്ചിക്കാവുന്നുള്ള അവസ്ഥയിലാണ് കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിൽക്കുന്നത്. സമരം കേരള കോൺഗ്രസിൻ്റെ സ്പോൺസറിങ്ങും ബിരിയാണിയും ജിഹാദിയുടെ. ഇത് കേരളത്തിലെ ജനങ്ങൾ, പൊതുസമൂഹം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. BJP ഗവൺമെൻറ്റിനും മോഡി ഗവൺമെൻറ്റിനും കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികൾക്കും പിന്തുണ കൊടുക്കണം. നമ്മുടെ മാതൃരാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി LDFും UDFും ജിഹാദിയും കുഞ്ഞാടും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ അഭ്യാസമാണ്. ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ കേരളത്തിലെ മീഡിയകൾക്ക് 2014 തന്നെ ഉണ്ടായിരുന്നു. എല്ലാ മീഡിയകൾക്കും, പ്രിൻ്റ് മീഡിയയ്ക്കും വിഷ്വൽ മീഡിയയ്ക്കും ഓൺലൈൻ മീഡിയയ്ക്കും എല്ലാം കൃത്യമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവന്മാർ നടത്തുന്നത് എന്നുള്ളതുണ്ടായിരുന്നു. അവരാരും നമ്മളെ അറിയിച്ചില്ല. മാത്രമല്ല, അത് അവർ കവറപ്പ് ചെയ്തു. ഇതിൻ്റെ വിഷ്വലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ എല്ലാവരുടെയും കയ്യിൽ 2014 ഉണ്ടായിരുന്നു. ഈ മാൻഡ്രേക്കും ടീമുകളുമൊക്കെ വളരെ നേരത്തെ തന്നെ ജിഹാദിയായിട്ട് കൺവേർട്ട് ചെയ്തു രഹസ്യമായിട്ട്. എന്നിട്ട് ഇപ്പോൾ അഭിനയിക്കുകയാണ്. ഇപ്പോൾ സ്വപ്നയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് പേര് മുംതാസ് എന്നായത്. ഇനി പല ഇടതു മുന്നണിക്കാരെയും വലതു മുന്നണിക്കാരെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ പേരൊക്കെ വേറെ പേരുകളൊക്കെ, അറബി പേരുകളൊക്കെ ആണെന്നുള്ളത് രാജ്യം മനസ്സിലാക്കുന്നത്. അന്നേരമാണ് രാജ്യം ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഇതെന്താണ് ഇവന്മാർ ഇവിടെ കേരളത്തിൽ കാണിച്ചു കൂട്ടിയതെന്ന്. കാശ്മീരിൽ പോലും നടക്കാത്ത രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം പ്രതി, എല്ലാവരും അത് മനസ്സിലാക്കുക, ഒന്നാം പ്രതി LDF അല്ല, UDF ആണ്. ഈ ജിഹാദികളെ ഈ ലെവലിൽ എത്തിക്കുകയും ഈ ലെവലിൽ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് UDF ആണ്. ജിഹാദിയുടെ തന്ത എന്ന് പറയുന്നത് UDF തന്നെയാണ്. LDF സ്വതവേ ക്രിമിനൽസ് ആയതുകൊണ്ട് അവർ ആ ജിഹാദിയുടെ ക്രിമിനാലിറ്റി കൂടുതൽ യൂസ് ചെയ്തു എന്നുള്ളതാണ് LDF ചെയ്ത ക്രൈം. അതുകൊണ്ടാണ് അവർ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. പിന്നെ അവരുടെ ആ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലവും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി പൊളിക്കും. അത് തുറന്നു കാട്ടപ്പെടും. മാക്സിമം ഒരു 3 മാസത്തിനകം ഈ സത്യങ്ങളെല്ലാം ജനങ്ങളുടെ അടുക്കൽ എക്സ്പോസ് ആകും. അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷിക്കാം. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. വന്ദേ മാതരം, ജയ് BJP. BJPയുടെ നേതാക്കന്മാരോട് ഒരു കാര്യം പറയാനുണ്ട്. ശക്തമായിട്ട്, അതായത് കോൺഗ്രസ്, ജിഹാദി, കുഞ്ഞാട്, ലെഫ്റ്റ്, പ്രസ്റ്റിറ്റ്യൂട്ട്, ഈ വക മാഫിയകൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. യാതൊരു രീതിയിലും ഒരു കോംപ്രമൈസ് അവരോട് പാടില്ല. അതിശക്തമായി പ്രതികരിക്കുക. അവരെ തുറന്നു കാട്ടുക. അങ്ങനെയുള്ള നേതാക്കന്മാരെ മാത്രമേ ജനം അംഗീകരിക്കത്തുള്ളൂ. ശ്രീ K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BJP അഭൂതപൂർവമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. എല്ലാ നേതാക്കന്മാരും ശക്തമായി പിന്തുണയ്ക്കുക. ഈ ഇടതു വലതന്മാരെ കേരളം മണ്ണിൽ നിന്നും തുടച്ചു നീക്കി അറബിക്കടലിൽ എറിയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വന്ദേ മാതരം.